ഹലോ നമസ്കാരം, ഞാൻ അതുല്യ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ആരെങ്കിലും നോക്കി പുഞ്ചിരിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ആരുടെയെങ്കിലും വിഷമഘട്ടത്തിൽ അവർ ഒപ്പം നിന്ന് അവരെ ആശ്വസിപ്പിക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കുറച്ചു സമയം കേട്ടിരിക്കാറുണ്ടോ? ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പരിഗണിക്കപ്പെടുക. ഈ പരിഗണന നമുക്ക് ലഭിക്കുന്നതിനുള്ള കുറച്ച് രീതികളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ശരിക്കും നമ്മൾ ഈ പരിഗണന ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരിൽ നിന്നാണ്? നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരിൽ നിന്നും, നമ്മുടെ ഫാമിലിയിൽ നിന്നും, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും, നമ്മുടെ കുട്ടികളിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും, അല്ലെങ്കിൽ ഒരു അപരിചിതനിൽ നിന്ന് പോലും പരിഗണന നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു, അല്ലേ? പക്ഷെ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ഒരു ജീവിതത്തിൽ എപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും അവഗണിക്കുന്നുണ്ടോ? ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ ഈ പരിഗണന ലഭിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തിരിച്ച് ഒരാൾക്ക് അവഗണന കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം, വിഷമം, അത് നമ്മൾ അവരുടെ സ്ഥാനത്താണെങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റുമോ? അതെപ്പോഴും നമ്മൾ ചിന്തിക്കണം. ഇത് ശരിക്കും ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണ്. നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എനിക്കിതെല്ലാം വേണം, എനിക്ക് പരിഗണനയും സ്നേഹവും എല്ലാം വേണമെന്ന് പറഞ്ഞിരുന്നിട്ട് ഞാൻ ഒരാളെ അവഗണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തിരിച്ചു കിട്ടില്ല. നമ്മൾ കാരണം ഒരാൾക്ക് സന്തോഷിക്കാൻ പറ്റുകയാണെങ്കിൽ, ഒരു പുഞ്ചിരി നമ്മൾ കാരണം അവർക്ക് സന്തോഷിക്കാൻ പറ്റുകയാണെങ്കിൽ, ഈ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാ. ഇത് വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം, ഓപ്പൺ ആയിട്ട് നമുക്ക് കൊടുക്കാം. സോ എല്ലാ മനുഷ്യരെയും പരിഗണിക്കാം. താങ്ക് യു.